കൊയിലാണ്ടിയിലെ പ്രശസ്ത എഴുത്തുകാരനായ റെഹാൻ റഷീദാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. നമസ്കാരം സർ. നമസ്കാരം. ഇപ്പോൾ സാർ ഒരു കൊയിലാണ്ടിക്കാരനാണ്. ഇപ്പോൾ സാർക്ക് ഇപ്പം കുറേ വായനക്കാരുണ്ട്. ഈ എഴുത്തിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം എന്താണ്? എഴുത്തിലേക്ക് വരാനുള്ള പ്രചോദനം എന്താണെന്ന് വെച്ചാൽ, സത്യം പറയാന്ന് വെച്ചാല് സി ഞാൻ വായിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അന്നും ഇന്നും വായിക്കാനുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ്. പിന്നെ ഇങ്ങനെ ആളുകൾ എഴുതി നമുക്ക് മറ്റുള്ളവർ എഴുതുന്നത് കാണുമ്പോൾ ഉണ്ടാവുന്നൊരു സന്തോഷമുണ്ടല്ലോ. ഇവരെ പോലെ എനിക്കും എഴുതണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്തുനിന്നാണ് എഴുത്തുകാരനായിട്ടാവും അല്ലെങ്കിൽ എഴുതാൻ ശ്രമിക്കുന്ന ഒരാളായിട്ട് മാറുന്നത്. അത് ഒബ്വിയസ്ലി എന്താ പറയുക, ആഗ്രഹം തന്നെയാണ്. അതൊരു ഇത് വേണം, എനിക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടല്ലോ നമുക്കിങ്ങനെ മറ്റുള്ളവരോട് ചെയ്യുമ്പോൾ തോന്നൊരു എനിക്കൂടെ ഇങ്ങനെ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും. ആ തോന്നലിൻ്റെ പുറത്തുണ്ടായ ഒരു സംഗതിയാണ്. അപ്പോൾ സാറിന്റെ എഴുത്തുകൾ നോക്കുകയാണെങ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ട് കുറച്ച് അധികം പുസ്തകങ്ങൾ എഴുതുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടന്റുകളും ഒക്കെ എങ്ങനെയാണ് കിട്ടുന്നത്? അപ്പം എല്ലാത്തിൽ നിന്നും മാറി മാറിയിട്ടാണ് ഓരോ പുസ്തകങ്ങൾ എഴുതുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്? അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ഒരു സ്റ്റീരിയോ ടൈപ്പ് ആയിട്ട് പോകുന്നതോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഓരോരോ പുതിയ കാര്യങ്ങളാണ് ഓരോ എഴുത്തിലുള്ളത്. അപ്പൊ അതെങ്ങനെയാണ് സാർ എഴുതാൻ പറ്റുന്നത്? അത് നമ്മുടെ ഒരു സ്വയം ആവർത്തിക്കാതിരിക്കുക എന്ന് പറയുന്ന ആദ്യത്തെ കാര്യം അതാണ്. നമ്മളെ തന്നെ ആവർത്തിക്കാനില്ലാതില്ല, അല്ലെങ്കിൽ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണത്. ഞാൻ എന്നെ തന്നെ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ്. ഞാനിങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ കുറെ വായനയിൽ നിന്ന് തന്നെയാണ്, മിക്കവാറും വായനയിൽ നിന്ന് തന്നെയാണ് ഈ സബ്ജക്റ്റുകൾ കളക്ട് ചെയ്യുന്ന വായന. അല്ലെങ്കിൽ ഞാൻ കുറെ ഇന്റർവ്യൂസ് കാണും, അഭിമുഖങ്ങൾ കാണും. അപ്പം ചിലപ്പം അതിൽ പറഞ്ഞു പോകുന്ന ഒരു വാക്കായിരിക്കാം, അല്ലെങ്കിൽ ഒരു സംഭവത്തെക്കുറിച്ചായിരിക്കാം, വായിക്കുന്നതിൽ നിന്ന് കിട്ടുന്ന സംഭവത്തെക്കുറിച്ചായിരിക്കാം. അങ്ങനെയാണ് ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുന്നത്. അതിൻ്റെ അകത്ത് പിന്നെ പണിയെടുക്കണം. നമ്മൾ ഇതെങ്ങനെ എഴുതാം, ആദ്യം ഇതെനിക്ക് എഴുതാൻ പറ്റുന്നതാണോ എന്നുള്ളൊരു അന്വേഷണം വേണ്ടതുണ്ട്. പിന്നെ ഇത് എവിടെ ഈ കഥേനെ എവിടെ പ്ലേസ് ചെയ്യാം, ഇതിൽ ഏത് തരം, ഞാൻ ഇതുവരെ ഉപയോഗിക്കാത്തൊരു ഭാഷയിൽ നിന്ന് എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ പറ്റുമോ, എന്നെ ഇതൊരു ചലഞ്ച് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ള അങ്ങനെ തോന്നുമ്പോഴാണ് ഇത് എഴുതാൻ തീരുമാനിക്കുന്നത്. പിന്നെ എഴുതാൻ തുടങ്ങിയത് മുഴുവൻ പുസ്തകമാവുന്നോ അല്ലെങ്കിൽ എഴുതി തീർക്കുന്നൊന്നുമില്ല. ചിലത് പകുതിയിൽ നിർത്തിവെച്ചതുണ്ട്, ചിലത് തുടങ്ങിയിട്ട് തന്നെ എനിക്ക് മുന്നോട്ട് പോകാതെ ഉപേക്ഷിച്ചതുണ്ട്. അപ്പം അതിൽ കുറച്ച് മാത്രമേ പുറത്തോട്ട് വരുന്നുള്ളൂ. ചിലത് ഇങ്ങനെ അതിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ അത് തീർന്നു പോകുന്നുണ്ട്. അത് എനിക്ക് ചലഞ്ച് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടും, അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതാണ്, നമുക്കൊരു ഇഷ്ടമുണ്ട്, ഇങ്ങനെ പുതിയത് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു താല്പര്യവും പുതിയതിനോടുള്ളൊരു ഇഷ്ടവും ഒരു കൗതുകമൊക്കെ തന്നെയാണ് ഇതിൻ്റെയൊക്കെ പിന്നെ കാരണം എന്ന് പറയുന്നത്. കൂടുതൽ പുസ്തകങ്ങൾ വിൽക്കപ്പെടുന്നതാണോ അതോ നല്ല സൃഷ്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ പുസ്തകങ്ങൾ അംഗീകരിക്കപ്പെടുന്നതാണോ കൂടുതൽ താല്പര്യം? ഇപ്പോൾ അഖിൽ പി ധർമ്മജനൻ, നീനുവിനൊക്കെ പോലെ കൂടുതൽ ഒരു ട്രെൻഡിങ് ഉണ്ടായിരുന്നു ഒരു സമയത്ത്, ഈ ബുക്കുകൾ കൂടുതൽ വിൽക്കപ്പെടുന്ന സമയം. അപ്പൊ അതുപോലെ വിൽക്കപ്പെടണം എന്നാണോ അതോ ഗംഭീര സൃഷ്ടി എന്ന രീതിയിൽ പുസ്തകങ്ങൾ അംഗീകരിക്കപ്പെടണം എന്നാണോ സാറിന്റെ ആഗ്രഹം? ഇത് സത്യത്തിലൊരു വലിയ ടാസ്ക്കാണ് ഈ ചോദ്യം എന്ന് പറയുന്നത്. വളരെ ശ്രദ്ധയോടെ ഉത്തരം പറയേണ്ടതുണ്ട്. അഖിലിന്റെ സുഹൃത്താണ്. അപ്പം ഞാൻ കരുതുന്നത് എങ്ങനെയാ വെച്ചാല്, പുസ്തകം വിൽപ്പനയിലൂടെ ഉറപ്പായിട്ടും എഴുത്തുകാരന് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാവും. അത് നല്ല കാര്യമാണ്. അത് അയാൾക്ക് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാകുന്നു, കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നു, കൂടുതൽ ആളുകൾ വായിക്കപ്പെടുന്നു എന്നുള്ളൊരു സംഗതിയും കൂടെ ഉണ്ട്. ഇനി പുസ്തകം വിറ്റുപോകാത്തത്, വലിയ ഹൈപ്പ് ഇല്ലാതെ, ഇതേപോലെ എന്താ പറയാ, വലിയ രീതിയിലുള്ള വിൽപ്പനകൾ നടക്കാതെയും പുസ്തകങ്ങളുണ്ട്. അതിന് മോശമൊന്നുമില്ല. ഇതിനും എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഇതിന് രണ്ട് കൂട്ടം വായനക്കാരാണുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്ന്, പുതിയ കാലത്തെ ഒരു ട്രെൻഡിനനുസരിച്ച് വായിക്കുന്ന കുറെ ആളുകളുണ്ട്. അവരുടെ ടേസ്റ്റ് ആണ്, അവർക്ക് അതിനോടാണ്, അവരത് കണക്ട് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് അവരത് കൂടുതൽ പിന്നെ എനിക്ക് തോന്നുന്നത് കൂടുതൽ വായിക്കുന്നത് അതുകൊണ്ടാണ് അവർ. പിന്നെ എനിക്ക് തോന്നുന്നത് അവർക്കത് വാങ്ങൽ ശേഷിയും കൂടെ ഉണ്ടെന്നുണ്ട്. അപ്പം നമ്മളിപ്പം എല്ലാവരും, ഞാനും നിങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാം ഒക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാം തന്നെയാണ്. അപ്പം അവിടെ നമുക്ക് ട്രെൻഡാണ്. ഇപ്പം അത് പുസ്തകങ്ങളുടെ കാര്യത്തിലൊന്നും മാത്രമല്ല, ഫുഡുകളുടെ കാര്യത്തിൽ, ഇപ്പം നിങ്ങൾ തന്നെ ചെയ്യുന്ന ചില ഹിഡൻ സ്പോട്ടുകളുടെ കാര്യത്തിൽ ഇങ്ങനെ കണ്ടത്, അവിടെ നമ്മളിതിങ്ങനെ കാണുമ്പോൾ ആളുകൾ കൂടുതൽ അവിടേക്ക് പോകാനൊരു ഇൻട്രസ്റ്റ് കാണിക്കും. അതിന്റെ ഭാഗമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ എഴുതുന്നതിൽ എനിക്ക് വിശ്വാസമുണ്ട്, ആത്മവിശ്വാസമുണ്ട്. അത് കൂടുതൽ വിറ്റ് പോയില്ലെങ്കിലും അതിൻ്റെതായ ഒരു റീഡർഷിപ്പ് ഉണ്ട്. അത് അത്തരം വായിക്കുന്ന ആളുകളുണ്ട്. അവരത് വായിക്കുകയും കണ്ടെടുക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തോളും. ഈ
പിന്നെ കൂടുതൽ പുസ്തകം വിറ്റ് പോയാൽ കൂടുതൽ സാമ്പത്തിക നേട്ടം ഉണ്ടാവുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് രണ്ടും മോശമായിട്ടുള്ളൊരു കാര്യമൊന്നുമില്ല. രണ്ട് രീതികളാണ്. നമ്മൾ അതിനെ രണ്ടിനെയും ഉൾക്കൊള്ളാൻ തോന്നുന്നു. അത് നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്. ഇപ്പൊ നമ്മള് മറ്റൊരാളോട് നീ ഇന്നത് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നീ ഇന്നത് വായിക്കാൻ പാടില്ല എന്നും കൂടെ പറയുന്നത്. അത് രണ്ടിനെയും അംഗീകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത്. എന്റെ പുസ്തകം അത് ഇഷ്ടമുള്ള ആൾക്കാർ അത് വായിക്കട്ടെ, മറ്റത് ഇഷ്ടമുള്ള ആൾക്കാർ അത് വായിക്കട്ടെ. രണ്ടിനെയും നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുന്നത്, വായിക്കുന്നു എന്നുള്ള ഒരു കാര്യത്തിൽ നമുക്ക് അതിനെ പോസിറ്റീവായിട്ട് എടുക്കുക എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമ്മുടെ മലയാള സാഹിത്യത്തിൽ ഇപ്പോൾ ഇത് എഴുത്ത് ഒരു പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുമോ? അപ്പോൾ അതിൻ്റെ ഒരു നിലനിൽപ്പൊക്കെ എങ്ങനെയാണ്? മലയാള സാഹിത്യത്തിൽ എഴുത്തൊരു പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് റിസ്ക്കാണ്. ഒന്നാമത് എന്താ വെച്ചാൽ നമ്മൾ ചെറിയ ഭാഷയാണ്, നമ്മുടെ കുറച്ച് ആളുകളല്ലേ ഈ ഭാഷ സംസാരിക്കുന്നുള്ളൂ. അതിലും കുറച്ച് ആളുകളാണ് പുസ്തകം വായിക്കുന്ന ആളുകൾ, അതിലും കുറച്ച് ആൾക്കാരാണ് പുസ്തകം വാങ്ങുന്ന ആളുകൾ. അപ്പം ഇതുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമില്ല. പക്ഷെ ഇതിനോടനുബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങൾ, ഇപ്പം നമ്മൾ എഡിറ്റിംഗ് പോലുള്ള അങ്ങനെ ഇതിനോട് ചേർന്ന് ചെയ്യാൻ പറ്റുന്ന ചില പരിപാടികളൊക്കെ പ്രൊഫഷനായിട്ട് എടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ധൈര്യമാണ്. നമ്മൾ ഇപ്പൊ എന്ത് ചെയ്യുമ്പോഴും ഒരു ധൈര്യം ഉണ്ടല്ലോ, ആ ധൈര്യത്തിന്റെ പുറത്തെടുക്കുക എന്നുള്ളത്. ഇതിൻ്റെ അകത്ത് വലിയ വരുമാനം കിട്ടുമെന്നൊന്നും പ്രതീക്ഷിച്ചപ്പം ഒരാളൊരു ജോലിയുള്ള ഒരാൾ ഒരു ജോലി ഉപേക്ഷിച്ചിട്ട് ഇതിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അതൊരു അപകടകരമായിട്ടുള്ള തീരുമാനമായിട്ടാണ് ഞാൻ പറയുന്നത്. അതായത് ആഗ്രഹത്തിന്റെ പുറത്ത് ഇതൊക്കെ ചെയ്യാം, പക്ഷെ ഇതൊരു നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇത്തരം ഒരു വലിയ പ്രശ്നം എന്താ വെച്ചാൽ, ഇതിനൊരു മാസം നമുക്ക് ഇത്ര പണം കിട്ടുന്നുള്ള അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള ഒരു സാലറി സ്കെയിൽ ചെയ്യുന്നില്ലല്ലോ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് നമ്മുടെ സാമ്പത്തികതയെ ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു പ്ലാനിങ് ഉണ്ടാക്കാൻ പറ്റില്ല. വർഷത്തിൽ 2 തവണയാണ് റോയൽറ്റി കിട്ടുക. അപ്പം അതിനെ എങ്ങനെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ധൈര്യം പോലെയാണ് ഇതിലേക്ക് വരുന്ന ആളുകളുടെ. അപ്പൊ ഞാൻ എന്തായാലും ഇതൊരു പ്രൊഫഷനായിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഞാൻ ഇതിനെ അങ്ങനെ തന്നെയാണ് കാണുന്നത്, വളരെ പ്രൊഫഷനായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇതിന്റെ ചെറിയ ചെറിയ ഗ്യാപ്പിൽ പുസ്തകങ്ങൾ എഴുതുമ്പോൾ അപ്പോൾ അതെങ്ങനെയാ സാർ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്? ഇപ്പോൾ അടുത്ത പുതിയ പുതിയ പുസ്തകങ്ങൾ വരുന്നുണ്ടല്ലോ, അപ്പോൾ അതെങ്ങനെയാ മാനേജ് ചെയ്യുന്നത്? എല്ലാ എഴുത്തുകാരും കുറച്ച് ഗ്യാപ്പ് ഇടും, ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ട് അടുത്ത പുസ്തകം. സാർ അങ്ങനെയല്ല, സാർ കുറച്ചുകൂടി കൂടുതലായിട്ട് പുസ്തകങ്ങൾ എഴുതുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാ? ഞാൻ ഈ മുഴുവൻ സമയം എഴുതിക്കൊണ്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ എഴുത്തും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വായനയും കാര്യങ്ങളൊക്കെ. പിന്നെ പെട്ടെന്ന് നല്ല പുസ്തകം വരുന്നത്, സത്യത്തിൽ എൻ്റെ ഒരു പുസ്തകം മിക്കവാറും ഈ മാസം അവസാനമോ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യത്തിലോ വരും. അത് മാതൃഭൂമിയാണ് ചെയ്യുന്നത്. മാതൃഭൂമിക്ക് കൊടുത്തിട്ട് അത് 2 വർഷത്തിനടുത്തായി. ആ പുസ്തകം മാതൃഭൂമിയുടെ പബ്ലിഷിങ്ങിന് പോയിട്ട് 2 വർഷത്തിനടുത്തായി. അത്രയും സമയം എടുക്കും. നമ്മൾ ഈ സമയത്ത് നമ്മൾ എഴുതുന്നുണ്ട് എന്നുള്ളത്. അപ്പം വേറൊരു പുസ്തകം DC-യുടെ അത് വരാനുണ്ട്, അതും എഗ്രിമെന്റ് ആയതാണ് ഞാൻ. അപ്പം അത് ഈ വർഷം അവസാനത്തോടെ വരുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അതും ഞാൻ എന്താ പറയുക, കുറെ മുൻപ് എഴുതിയ പുസ്തകമാണ്. അപ്പം ഈ ഒരു പ്രോസസ് ഞാൻ ദിവസവും എഴുതുക, അല്ലെങ്കിൽ ഞാൻ മിക്ക സമയത്ത് എഴുതുകയോ വായിക്കുകയോ ചെയ്യുന്നതിനെ കൊണ്ട് ഞാൻ എഴുത്ത് വേഗത്തിൽ നടക്കുന്നുണ്ട്. എനിക്ക് കുറച്ചുകൂടി വേഗത്തിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ മറ്റ് ജോലികൾ ചെയ്യുന്നില്ല. അപ്പം വേറെ എഴുതുന്ന മിക്കവാറും ആളുകളും മറ്റ് ജോലികളുടെ ഇടയിലാണ് ഇത് ചെയ്യുന്നത്. അവർക്ക് വേറെ ജോലിയുണ്ട്. അപ്പം എനിക്ക് വേറെ ജോലിയൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ ഇതിൽ കുറെ കൂടി കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതുകൊണ്ടായിരിക്കും അതങ്ങനെ വരുന്നത്. പിന്നെ നമ്മൾ ഈ കൊടുക്കുന്ന നമുക്കൊരു ടൈം പീരീഡ് വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഈ സമയത്ത് ഇത് ചെയ്താൽ മതി എന്ന് നമുക്ക് പബ്ലിഷേഴ്സിനോട് അങ്ങനെ നിർബന്ധിതമായിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത്. ഇപ്പോഴും എന്താ പറയുക, എൻ്റെ കയ്യിൽ വേറെയും ഒരു പുസ്തകം കൂടെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ വന്നതിന് ശേഷമായിരിക്കും അത് വരിക. അപ്പോഴും അതാണ് ഒരു ഇതേ. സാർ ഒരു കൊയിലാണ്ടിക്കാരനാണല്ലോ, അപ്പോൾ കൊയിലാണ്ടിയെ കുറിച്ചൊരു പുസ്തകം എഴുതുകയാണെങ്കിൽ അതിൽ ഉൾപ്പെടുത്തുന്ന ഇമേജുകളൊക്കെ എന്തൊക്കെയായിരിക്കും? കൊയിലാണ്ടിയെ കുറിച്ചൊരു പുസ്തകം എഴുതണം എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. അതെന്താ വെച്ചാൽ, UA ഖാദർക്ക ഇവിടെ അവശേഷിച്ച് പോയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പൊ എൻ്റെ ഒരു അറിവ് പ്രകാരം, ധാരണ പ്രകാരം ഒരു 80 കാലഘട്ടം വരെയുള്ള, അല്ലെങ്കിൽ 70-80 കാലഘട്ടം വരെയുള്ള കൊയിലാണ്ടിനെ കുറിച്ച് മൂപ്പര് നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അതിനുശേഷം വരുന്ന ഒരു 2000 വരെയുള്ള ഒരു കാലഘട്ടത്തെ എഴുതണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അത് നമ്മുടെ ഈ കൊയിലാണ്ടിയിൽ അങ്ങേയറ്റം ഇവിടെ നമ്മുടെ ഈ ആൽമരം ഉണ്ടായിരുന്നത്, പമ്പിന്റെ അടുത്ത്, ഈ ബസ് സ്റ്റാൻഡ് സ്ഥലത്തിന്റെ പേര് പിന്നെ ചക്രവർത്തി കോർണർ എന്നായിരുന്നു അതിന്റെ പേര്. അവിടെ ഇങ്ങനെ യോഗങ്ങളും സമ്മേളനങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. പിന്നെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആൽമര ഐഡന്റിറ്റി ആയിരുന്നു. ആൽമരത്തെക്കാളും കൂടുതൽ ഐഡന്റിറ്റി ഇതായിരുന്നു. ആൽമരം പിന്നീടാണെന്ന് എനിക്ക് ഐഡന്റിറ്റി ആവുന്നത്. അതിന് മുമ്പ് ചക്രവർത്തി കോർണർ എന്നായിരുന്നു സ്ഥലത്തിന് പറയാം. അപ്പം പിന്നെ പഴയ കുറെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് ഇവിടെ. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫറുടെ ഒരു വ്യൂവിൽ ഒരു സംഗതി ആയിരുന്നു എൻ്റെ മനസ്സിലുള്ളത്. അതൊന്നും പറ്റുമെന്ന് തന്നെ അറിയില്ല. പക്ഷെ അതിന് നമ്മുടെ കൊയിലാണ്ടി തീരദേശം, അല്ലെങ്കിൽ ഈ ഒരു 5-6 കിലോമീറ്ററിന്റെ ഉള്ളിലുള്ള
സ്ഥലങ്ങൾ, അവിടെയുള്ള മനുഷ്യർ. ഇപ്പം ഞാൻ കളിച്ചു വളർന്ന സ്ഥലമാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ഈ രണ്ടാം വയലാണ്. നമ്മൾ ഇതൊരു കളിക്കുന്ന ഒരു കാലത്ത് ഇത് കളിക്കുന്ന ഒരു വലിയ വെള്ളം കെട്ടിക്കുന്ന ഒരു വയലായിരുന്നു. ഇതിനപ്പുറത്തേക്ക് നമ്മൾ കളിച്ചുകൊണ്ടിരുന്നത്, ക്രിക്കറ്റ് കളിക്കാൻ വന്നിരുന്നത്. അപ്പം ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് നമുക്ക് ഈ സമയത്തുള്ള ആൾക്കാർക്കും കുറച്ച് മുന്നേ ഉള്ള ആൾക്കാർക്കും കണക്ട് ആവുന്ന. പിന്നെ കൊയിലാണ്ടിൻ്റെ കുറച്ച് ഒരു രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ, അങ്ങനെ ചില കാര്യങ്ങൾ എഴുതണം എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളതാണ്. അപ്പം എന്തെങ്കിലും നടക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാനൊരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് കൊയിലാണ്ടിനെ കുറിച്ചിട്ട്. പ്രണയചിഹ്നങ്ങൾ എന്ന് പറയുന്ന എൻ്റെ പുസ്തകം, DC ചെയ്ത പുസ്തകത്തിൽ പാറപ്പള്ളി എന്നാണ് എൻ്റെ കഥ തുടങ്ങുന്നത്. അതിൻ്റെ ഒരു ഭൂമിക എന്ന് പറയുന്നത് പാറപ്പള്ളി മുതൽ നമ്മുടെ ഇവിടെ ജുമാ മസ്ജിദ് ഉണ്ട്, വലിയ ജുമാ മസ്ജിദ്, അവിടം വരെയുള്ള ഒരു സ്ഥലമാണ്. അതിൻ്റെ ഈ തീരദേശത്തെ ഭാഗങ്ങൾ, നമ്മുടെ ഈ റോഡിൻ്റെ പടിഞ്ഞാറ് വശം, ഇപ്പൊ കിഴക്കോട്ട് വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ പടിഞ്ഞാറ് വശങ്ങളിൽ ആ ഭാഗങ്ങളിൽ ഞാൻ അതിൻ്റെ അകത്ത് കുറച്ച് ഫിക്ഷനും കൂടെ ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അവിടെ എനിക്കറിയാം ഇത് ഏതാണ് സ്ഥലം. അതിൽ പറയുന്ന വീടുകൾ, ഇപ്പം മാളിയേക്കൽ വീട് അവിടെ ഉണ്ടായിരുന്നൊരു വീടാണ്. ബറാമി വീട് എന്ന് പറയും. ബറാമി വീട് എന്ന് പറയുന്ന പഴയ SNDP കോളേജ് ആയിരുന്നു. SNDP കോളേജ് അതൊരു വീടായിരുന്നു. പിന്നീട് അത് അവർ വിറ്റിട്ട് അവിടെ SNDP കോളേജിന്റെ തുടക്കകാലത്ത് അവിടെയായിരുന്നു. അത് ഞാൻ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ വലിയൊരു കഥാപാത്രമാണ് ആ വീട് പോലും. അപ്പം എനിക്ക് ഇപ്പുറത്തോട്ട് കുറച്ചുകൂടെ എഴുതണമെന്നൊക്കെ ഉണ്ട്. അതിനെ കുറച്ചുകൂടെ വിശാലമാക്കിയിട്ട് മറ്റൊരു തരത്തിൽ അതിനെ അവതരിപ്പിക്കണം എന്നൊരു ആഗ്രഹമുള്ളതാണ്. ശ്രമിക്കുന്നുണ്ട്, നടക്കുമായിരിക്കും.